ഒരു നിങ്ങളെ കാണാൻ പറ്റുള്ളേ അത് കൊള്ളാലോ, എന്ത് തെളിച്ചല്ലേ. ഇത് ഓണാക്കിയിട്ടില്ല കേട്ടാ, അതിന്റെ റിഫ്ലക്ഷൻ ആണ്, വേറെ പ്രത്യേകിച്ച്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു ബിഗ് പർച്ചേസ് നടത്തിയില്ല. നമ്മുടെ കുറച്ച് പണിയായുധങ്ങൾ നമ്മൾ മാറ്റാന്ന് വിചാരിച്ചു. മാറ്റാന്നല്ല, നമ്മള് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വിചാരിച്ചു. ആക്ച്വലി നമ്മള് തമ്മിൽ നിങ്ങൾ കണ്ടല്ലോ, നമ്മള് 6 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്ര പൈസ ചെലവായിട്ടില്ല കേട്ടോ. നമ്മള് അത് മാത്രമല്ല, നമ്മള് വളരെ തന്ത്രപരമായി ചിന്തിച്ച് കൈകാര്യം ചെയ്തതുകൊണ്ട് നമുക്ക് അതിലൊക്കെ വളരെ കുറച്ച് റേറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു റേറ്റിലെ നാട്ടിലുള്ള റേറ്റിനേക്കാളും ഒരുപാട് താഴ്ന്നിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കണേ. എന്റെ ഒരു ഫ്രണ്ട് വർണ്ണ, ഡെഡിക്കേറ്റഡ് ഫോർ വർണ്ണ, അവളുടെ ഹസ്ബൻഡൊക്കെ പുറത്താണ്. അപ്പം ആളുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്നാണ് ഇത് കൊണ്ടു തന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ നിങ്ങൾക്ക് അറിയാലോ, അവിടെ ഇവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നല്ല വ്യത്യാസം. കൊറേ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചായിരുന്നു ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ. അതെ, അപ്പൊ ഈ കോവിഡിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് അധികം വരുന്നില്ല. അതെ, ഈ സാധനങ്ങളൊക്കെ ഫുള്ള് നമ്മള് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അതൊരെണ്ണം മാത്രമേ നമ്മൾ ഇവിടുന്ന് വെച്ചാൽ ബാക്കിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. മനസ്സിലായിട്ടുണ്ടോ? അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞുതരാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യണം. വീഡിയോ കാണുന്നില്ല കേട്ടോ, വളരെ മോശമാണ് അതൊക്കെ. നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മുടെ കിടിലം വീഡിയോ ഇട്ടിട്ട് ഇനി നമ്മൾ ഇതുപോലത്തെ വീഡിയോ എനിക്ക് ആരും കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമം കേട്ടോ. അത് നിങ്ങൾ എല്ലാരും കാണണേ. ഞാൻ ഇവിടെ നെനിപ്പെറുക്കൊന്നും കളിയാക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മള് വീഡിയോ ഇട്ടോണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഒരു കാലത്ത് ആരെങ്കിലും കണ്ട് നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തും. എന്തായാലും നിങ്ങൾ വീഡിയോ കാണണം. പിന്നെ ഇതിന് നമുക്ക് ഒരു എത്ര രൂപയാ, ഒരു 30 പ്ലസ് 34 അതിനിടയ്ക്കാണ് ആയിട്ടുള്ളൂ. ഇത്ര രൂപയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. അതെ, അപ്പൊ ഇതിന്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതേപോലെ നിങ്ങൾക്കും അവിടെ നിന്ന് ആരെങ്കിലും ഇന്ത്യയിലെ ആമസോൺ, നമ്മൾ ആക്ച്വലി UAE ആമസോൺ വഴിയാണ് പർച്ചേസ് ചെയ്തത്. ആക്ച്വലി ഇന്ത്യയിൽ സെയിം സാധനങ്ങളുണ്ട്, അതിന്റെ ലിങ്ക് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവാറുണ്ട്. ദുബായിലുള്ള സംഭവങ്ങളായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഒത്തിരി കഥ പറയണ്ട. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അതെ, നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇതിനിപ്പോ 2-3 ദിവസം നമ്മളെ കിട്ടിയിട്ട് ഇതിന്റെ അകത്തുണ്ടല്ലോ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് എന്താ പറയാ, ഭയങ്കര ആഗ്രഹിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചേച്ചിയുടെ അനിയന്റെ എന്താ പറയാ, ബിഗ് താങ്ക്സ്. അതെ, നമ്മള് കുറച്ച് ക്യാമറയുടെ കാര്യത്തിലൊക്കെ നമുക്ക് കുറെ ഹെൽപ്പ് ഒക്കെ പലരും തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഒക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരെണ്ണം മേടിക്കുന്നത്. കാരണം അവർക്കും നമ്മൾ ഒരാൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അപ്പൊ ആലോചിച്ച് നോക്കും, 66 വീഡിയോ, ഇതിപ്പോ 68 വീഡിയോയിൽ നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സംഭവം നമ്മള് ഒന്ന് വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചു. അത് വരെ നമ്മള് നമ്മുടെ ഫോണിലും അതേപോലെ ഇപ്പൊ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോണിലാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നും അയ്യോ, കാരണം അവർക്കും ആവശ്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്തൊക്കെ അവര് കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നും അയ്യോ, നമുക്കൊരു ഇതുണ്ടായിരുന്നെങ്കിൽ എടുക്കാറുണ്ടല്ലോ. പല കാര്യങ്ങളും മിസ് ചെയ്തിട്ടുണ്ട്. നമ്മള് എന്താ പറയാ, പല കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ഇല്ലാതെ പോയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു കമന്റ് കണ്ടായിരുന്നു, ഇത്ര നല്ല ക്യാമറ ഉണ്ടല്ലോ എന്നൊക്കെ. ആക്ച്വലി നമ്മുടെ ക്യാമറ നല്ലായിരുന്നു. ആക്ച്വലി അത് ഫോൺ മാത്രം നമ്മള് നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഗോപ്രോ നമ്മള് വേറെ പല അറേഞ്ച്മെന്റുകൾ നടത്തിയിട്ടാണ്. നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണ കണ്ടിട്ട് അവൻ പറയുന്നത്, അവൻ ഇങ്ങോട്ട് പറയുന്നത് കുട്ടനും താങ്ക്സ്. പിന്നെന്താണ്, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ആ സാന്നിധ്യത്തിലുണ്ട് കേട്ടോ. അത് ആദ്യം കാണിക്കണോ അത് അവസാനം കാണിക്കണോ? കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ സാധനങ്ങളായിരിക്കും പിന്നെയും കൂടുതൽ. അപ്പൊ ഇത് ആദ്യം കാണിക്കാം, എന്നിട്ട് അതെന്താ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതാക്കി കൊണ്ടുവന്ന നിങ്ങൾക്കും ഗുണം, ഞങ്ങൾക്കും ഗുണം. അപ്പൊ ആദ്യമായിട്ട് നമ്മള് കൊണ്ടുവന്നേക്കുന്ന സംഭവമാണ്. തല കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ കാണാം കേട്ടോ, ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് തല കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ വരിക. അപ്പൊ ഇത് നമ്മളൊരു ട്രൈപോഡാണ്. ഇത് ആക്ച്വലി നമ്മുടെ സാധാരണ നമ്മളിവിടുത്തെ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചേക്കുന്ന ഒരു
പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് മേടിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റിക്കിന്റെ വീഡിയോ. അത് ട്രൈപോഡ് 3-in-1 സെൽഫി ട്രൈപോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വീഡിയോ നമ്മളിവിടെ ഇട്ടേക്കാട്ടോ. അത് നല്ല സാധനമാണ്. അതെ, നമുക്ക് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ നമുക്ക് ഇത് ആക്ച്വലി ഇരിക്കുന്നത് 9 feet എന്നാണ്. തലയിൽ ചെറിയ കാണുന്നത്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 9 feet. അപ്പൊ ഞാൻ തന്നെ 6 feet ഉണ്ടായി, 6 feet എബോ ഉണ്ട്. അപ്പൊ എന്നെക്കാളും മേളിലാണ്. ആക്ച്വലി ഞങ്ങളൊന്ന് എന്താണ് പറയാ, ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. കിടക്കട്ടെ, ഹൈറ്റ് കൂടെ വെച്ചാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത്രയും വലിയതൊന്നും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനാകെ നമുക്ക് ആകെ ചെലവായത് 700 രൂപ ആയിട്ടുള്ളൂ. ഇത്രയും നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. കാരണം ഞാൻ റിവ്യൂ എല്ലാം നോക്കി, അടിപൊളി ക്വാളിറ്റിയാണ്, നല്ല മെറ്റീരിയൽ ആണ്. ഇതിനകത്ത് മൊത്തം ഞാൻ പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും ഇത്രയും വലിയ സ്റ്റാൻഡ് വേണമെന്നുണ്ടാവില്ല. എന്ന് വെച്ചാൽ നോർമലായിട്ട് സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ട്രൈപോഡ് അതൊക്കെ അല്ല, അങ്ങനെയല്ല, അങ്ങനെ വേണമെന്നുണ്ടായിരിക്കും. അപ്പം അതിനും ഇതിനൊക്കെ സെയിം റേറ്റ് തന്നെയാണ്. ഞങ്ങളിപ്പോ എവിടെ നിന്നാണ് ഈ വീഡിയോ എടുക്കണമെന്നുള്ളതല്ലേ. അപ്പൊ ഞങ്ങള് എന്തായാലും ഞാൻ പറഞ്ഞു എന്നാലും അപ്പൊ എന്തായാലും അതെ ചെറിയ ട്രൈപോഡ് അത് നമുക്ക് മേടിക്കുന്ന കുഴപ്പമില്ല. ഞാൻ എന്റെ ഫ്രണ്ടിന് മീൻസ് ആൾക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, എവിടെ നിന്ന് വാങ്ങിച്ചെന്നൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളിവിടെ ഇട്ടേക്കാം. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നമുക്ക് കുറച്ചുകൂടി വലിയ സെറ്റപ്പിലൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അത് ബിഗ് ബോസ് ആണല്ലോ. അപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാട്ടാ. ഇതിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു മൗണ്ടിങ് ത്രെഡ് ഇതിന്റെ മുകളിലുണ്ട്. നമ്മുടെ മൊബൈൽ ഹോൾഡർ, നമ്മൾ ആക്ച്വലി മൊബൈൽ ഹോൾഡർ ആണ് ഉപയോഗിക്കുന്നത്. ആ മൊബൈൽ ഹോൾഡർ വെക്കാൻ വേണ്ടിട്ട് ഒരു ത്രെഡ് വരുന്നുണ്ട് മുകളിൽ. നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതിന്റെ കൂടെ ഇല്ല. പിന്നെ ഇത് മേടിക്കുന്നവര് ഇതും കൂടി മേടിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇത് എങ്ങനെ വെക്കാം? ഇത് സെപ്പറേറ്റ് മൊബൈലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മൊബൈൽ ഹോൾഡർ അതെ, നമുക്ക് മൊബൈലാണ് കയ്യിലുള്ളതെങ്കിൽ നമ്മൾ എന്തായാലും ഈ സാധനം മേടിക്കണം. അപ്പൊ അത് വെക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോറിൽ ടൈൽസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഫ്ലോറിലൊക്കെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ തെന്നി പോകത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 സെക്ഷനാണ്. നമ്മുടെ ഒരു ക്ലിപ്പ് പോലെ കണ്ടിട്ടില്ല, ആ ക്ലിപ്പ് ജസ്റ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സംഭവം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഡിജിടെക്കിന്റെ സ്റ്റാൻഡാണ് ഉപയോഗിക്കുന്നത്. 9 feet ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 700 ആണ്. ഞാൻ ആക്ച്വലി ഈ ലിങ്ക് കൊടുത്തേക്കാം. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല അടിപൊളി സാധനമാണോ, നല്ല വെയിറ്റ് ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയാണ് നമുക്ക് കൊണ്ടെടുക്കാനായിട്ട്, ഇങ്ങനെയാണ് പറ്റുക. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് സാധനം. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് ഇരുമ്പാന്ന് തോന്നുന്നുണ്ടല്ലേ. മെറ്റീരിയൽ മെറ്റലിൽ ഞാൻ കണ്ടതുണ്ട്. അവിടെ മറ്റേ ആ സാധനം തെന്നിപ്പോവാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ ജസ്റ്റ് ഞാൻ വച്ച് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിന്റെ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ സംഭവമാണ് ഇതിന്റെ ലോക്ക് കേട്ടോ. ഒരു സ്പ്രിങ്ങോട് കൂടിയൊക്കെയാണ് വരുന്നത്. അപ്പൊ പിന്നെ ലോക്ക് ആയിരിക്കും അടിപൊളി. ജസ്റ്റ് വച്ച് കാണിച്ചു തരാം. ഇവന്മാരുടെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു കുഞ്ഞു കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് വരുന്നതാണ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി ക്യാമറ സിസ്റ്റം വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്തോട്ട് ഇടാൻ വേണ്ടി ഒരു മെമ്മറി കാർഡും അതേപോലെ തന്നെ ഒരു അഡാപ്റ്ററും മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ വേണ്ടി വിഷ്വലൊക്കെ നമുക്ക് ലാപ്ടോപ്പിലേക്ക് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ 128 GB ഒരു ലെക്സാർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ, നമുക്ക് ലെക്സാർ എന്ന് പറഞ്ഞ കമ്പനി അത്യാവശ്യം റിവ്യൂ ഉള്ള സംഭവമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ട് ഇതിലായിട്ടും അത്യാവശ്യം ക്ലാസ് 10 ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടെന്ന് റിവ്യൂ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടുണ്ട് 128 GB. അപ്പൊ നമ്മളിത് കൊറേ ആഗ്രഹിച്ച് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, കൊറേന്ന് വെച്ചാൽ ചില്ലറൊന്നുമല്ല, നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. കാരണം ആ ചേട്ടൻ നേരത്തെ വരുന്നു, പിന്നെ നമ്മൾ വേറെ ആളിലേക്ക് കൊടുത്തുവിടാൻ നോക്കി. അവസാനം ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അവളും പറഞ്ഞു ലാസ്റ്റ് മിനിറ്റ് വരെ കിട്ടില്ലയോന്ന് യാതൊരു വിധ ഉറപ്പില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്. ആളിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക്, അവള് പറഞ്ഞപ്പോഴാണ് നമുക്ക് പോയി കിട്ടൂലോ എന്നുള്ളത് തോന്നുന്നത്. ഇത് പണ്ടത്തെ പരിപാടിയല്ലേ പൊട്ടിക്കില്ല. അപ്പൊ നമ്മള് പുതിയൊരു ഗോപ്രോ വാങ്ങിച്ചിട്ടാണ്. ഗോപ്രോ 8 ആയിട്ടാ വാങ്ങിക്കണേ. അപ്പൊ പല ചോദ്യങ്ങൾ വരാൻ 9 ഇറങ്ങിയല്ലോ, പിന്നെ എന്തുകൊണ്ട് 8 വാങ്ങിച്ചോ? അതെ, നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വീഡിയോ എടുത്തോണ്ടിരുന്നില്ലേ, അതൊക്കെ 7ന്റെ അകത്താണ്. അതായത് അവന്റെ 7 ആയിരുന്നു. അപ്പൊ
അപ്പൊ അതിനേക്കാളും കുറച്ച് 2 വേരിയന്റ് കൂടുതൽ വന്നല്ലോ. അപ്പൊ നമ്മള് വിചാരിച്ച 8 ഏതെങ്കിലും മേടിക്കാം. പിന്നെ ആക്ച്വലി ഞങ്ങള് എന്താണ് കുറച്ച് റിവ്യൂ ഒക്കെ എടുത്തു നോക്കിയപ്പോ GoPro 9 പലരും പല ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. കാരണം ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഉള്ള കാരണം ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണെന്നും പിന്നെ അതേപോലെ തന്നെ എന്താണ് ഭയങ്കര ഹാങ് ചെറുതായിട്ട് ആവുന്നില്ലെന്നൊക്കെ പറഞ്ഞ റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു അപ്പൊ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള 8 എടുക്കാം. 9 കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് ഇറങ്ങട്ടെ, എന്നിട്ട് നമ്മള് 9 എടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ, നമുക്കറിയില്ല. പിന്നെ 9 കുറച്ചൊരു പൈസ കൂടുതലാണ്. അപ്പൊ നോക്കി വിചാരിച്ചു നമ്മൾ എന്താണ് 8 എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് GoPro Hero 8 ആണ് വാങ്ങിച്ചേക്കണേ. അപ്പൊ 9 വാങ്ങിക്കാതിരുന്നതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ. ആക്ച്വലി ഞാനിത് എന്താ പറയാ കാണാനുള്ള ഒരു ആക്രാന്തം കൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി. ഇത് ഈ സാധനത്തിന്റെ ഇത് അല്ല, ക്യാമറ തുറന്നിട്ടില്ല, ഇതല്ല, ഈ സാധനം ഞാൻ തുറന്നു. ഇത് ഞാൻ തുറന്നു നോക്കി ഇതിനകത്ത് എന്തൊക്കെയാണ്. പക്ഷെ സത്യം പറഞ്ഞ എനിക്കതൊന്നും എന്താന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. കുറെ എന്താ പറയാ കുഞ്ഞു സാധനങ്ങൾ, കുറെ സാധനങ്ങളുണ്ട്. ഞാൻ തുറക്കാട്ടോ. നമ്മള് സക്സസ്ഫുള്ളി നമ്മുടെ GoPro നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. 7 ഉപയോഗിച്ച് നമ്മൾ എവിടേക്ക് എത്തി? 8ലേക്ക് എത്തി. ഇത് നല്ല സേഫ് ആയിട്ട്, അത് പ്രത്യേകം പറയണ്ടോ. ഭയങ്കര എന്താ പറയാ, ഇത് എന്ത് മെറ്റീരിയൽ, ഗ്ലാസ് തന്നെ, ഫൈബർ പോലത്തെ എന്തോ സാധനം. പ്രതീക്ഷിച്ചു ഒരു ഹെഡ് ബാൻഡോ അതിലൊന്നുമില്ല. പിന്നെ വേറെ കാര്യം പറയാമെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തന്നെ റേറ്റ് മറ്റേ എന്റെ ഒരു കസിൻ ഉണ്ട്. അപ്പൊ ആളുടെ അടുത്ത് US അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് എല്ലാത്തിനും കൂടി ആകെ 18,000 രൂപീസ് ഉള്ളൂ. ഇവിടെ അതെ, 9ന്റെ എല്ലാ എന്താ പറയാ എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ സാധനങ്ങളും കൂടെ കൂടിയിട്ട് അത്രയും റേറ്റ് ഉള്ളൂ. അപ്പൊ അവനും ഇങ്ങനെ പറഞ്ഞു വരുവാണെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുതരാനാണോ പറഞ്ഞത് അറിയില്ല. നീ വീഡിയോ വേണ്ടെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുതരാനാണോ പറഞ്ഞില്ല. എന്തോ അവൻ പറഞ്ഞു വരുമ്പോ കൊണ്ടുതരാന്ന്. പക്ഷെ അവൻ ഇങ്ങോട്ട് വന്നിട്ട് കുറെ നാളായിരുന്നു. നമുക്ക് ഇത് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പൊ നിങ്ങൾ അങ്ങനെയും ഇഷ്ടംപോലെ വഴികളുണ്ട് കേട്ടോ. വേറെ പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് റേറ്റ് കുറഞ്ഞ നിങ്ങൾക്ക് കിട്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചാൽ മതി. എല്ലാം സെയിം സാധനം തന്നെയാണ്. കയ്യിൽ നിന്ന് ഒത്തിരി കാശ് പോവാത്ത നല്ല സാധനം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. വന്നിട്ടുണ്ട് GoProന്റെ ബാറ്ററി ഓൾറെഡി അറിയാലോ. പിന്നെ ഒരു ചാർജിങ് കേബിളും ഉണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ ക്യാമറയും, പിന്നെ അതേ ഒരു മറ്റേ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉള്ള ഒരു സംഭവം അത്ര ഉള്ളിനുള്ളിൽ. പിന്നെ ഒരു എന്താ പറയാ, നമ്മൾ യൂസ് ചെയ്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഹോൾഡർ, എന്താണ് മറ്റേ സാധനത്തിന്റെ പേരെന്താ, നമ്മള് ബൈക്കിന്റെ ഇവിടെ മൊബൈൽ ഹോൾഡർ. അപ്പൊ ആ മൊബൈൽ ഹോൾഡറിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ബാറ്ററി കൊണ്ടായിട്ട് അത് നമ്മൾ ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ വയനാടൊക്കെ പോയപ്പോ യൂസ് ചെയ്തത്. അപ്പൊ എന്താ പറയാ, ഇതപ്പോ നമ്മൾ ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ട് ബാറ്ററി. പിന്നെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചാർജ് ചെയ്യാം കേട്ടോ. അപ്പൊ അതെന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ പുതിയ GoPro വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളില് ഇത് ഞാൻ തുറന്നോട്ടെ. അത് തുറന്നോ, നമുക്ക് അതുകൂടെ തുറന്നിട്ട് ഇത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമുക്ക് വേഗം ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ചാർജിങ് കേസും അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ ബാറ്ററി കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇതിനകത്തും ഉണ്ട്. അടിപൊളി ഒരു ചാർജിങ് കേസ്, 2 ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേസും. ഇനി എന്തുകൊണ്ട് അൺബോക്സ് ചെയ്യാം? ഇനി ഈ വലിയ ബോക്സ് ഇട്ടാ. ഇതെന്ന് പറയുന്നത് നമ്മള് ആക്സസറീസ് സെപ്പറേറ്റ് ആണ് വാങ്ങിച്ചത്. കാരണം ഓൾറെഡി പറഞ്ഞല്ലോ GoProന്റെ കൂടെ ഇപ്പൊ ആക്സസറീസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആക്സസറീസ് ഒരു എത്ര അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് മറ്റേ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ച ഇതാണ് സ്റ്റാൻഡിന്ന് സംഭവത്തിലുള്ളൂ. ഇത് മറ്റേ വെള്ളത്തിലൊക്കെ പോണ സമയത്ത് ഈ ക്യാമറ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെന്താണ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. ആ കമന്റ് ഇട്ടാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷം. കമന്റ് വന്നല്ലോ. നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ല
എന്തായാലും ഇട്ട ആൾക്ക് താങ്ക്സ് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങൾ ആക്ച്വലി അങ്ങനെ സംസാരിക്കാറ്. അപ്പൊ നമ്മള് എപ്പോഴും പുച്ഛിക്കല, അതെല്ലാവർക്കും അറിയാം. എവിടെയാണെങ്കിലും പുച്ഛിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊരു വിഷയമല്ല. അല്ല, ഞങ്ങൾ ആക്ച്വലി അങ്ങനെയാണ്. അങ്ങനെ കമന്റ് ചെയ്തിട്ട് ചിലപ്പോ പുള്ളിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ലൈഫിൽ അത് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ചെയ്യണം അഭിനയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇതാണ് നമ്മള് എന്താ ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഇല്ലാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മളൊരു സ്റ്റിക്ക് ആ ഒരു ആക്സസറീസിന്റെ കൂടി ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല നമ്മൾ കണ്ടപ്പോൾ പ്ലാസ്റ്റിക് ആണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പ്ലാസ്റ്റിക് നല്ല നല്ല ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹെവി സാധനമാണ്. അതിന് കൂടെ കയ്യിലിടാനുള്ള വള്ളിയൊക്കെ തന്നിട്ടുണ്ട്. ഗ്രിപ്പുണ്ട്, നല്ല ഗ്രിപ്പുണ്ട്, പിടിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. പിന്നെ കുറെ മൗണ്ടുകളുണ്ട്, കുറെ എന്താ പറയാ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ ഹെഡ് ബാൻഡും അതേപോലെ കയ്യിലിടാൻ അങ്ങനെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുറെ മൗണ്ടുകളുണ്ട്. പിന്നെ അതേപോലെ നമുക്കൊരു കിടല ബോക്സ് കിട്ടി. ഈ എക്സസൈസ് ഒക്കെ കാണിച്ചപ്പോ കൊണ്ട് നടക്കാൻ ഭയങ്കര പോടോ പോടോ. ഇതിനകത്താണ് നമ്മുടെ ബാക്കി എല്ലാ ആക്സസറീസും. നമ്മുടെ കാറിനൊക്കെ ചില്ലിനൊക്കെ വെക്കുന്ന പോലത്തെ ഒരു ഹോൾഡർ വന്നിട്ടുണ്ട്. അതുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് വന്നിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട്. പിന്നെ അത് കുറെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വാട്ടർ പ്രൂഫ് കേസ് വരുന്നുണ്ട് കേട്ടോ. ഈ കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്യാമറ ഇട്ട് വെച്ചിട്ട് വെള്ളത്തിലൂടെ പോകുമ്പോൾ പൊടി പറ്റും. വാട്ടർ പ്രൂഫാണ്. കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിലൊക്കെ മുക്കണമെന്നുണ്ടെങ്കിൽ കേസ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, മുക്കാനൊക്കെ പറ്റും. ഒരു കുഞ്ഞു ട്രൈപോഡ്, വളരെ കുഞ്ഞൊരു ട്രൈപോഡ് ഇതിന്റെ കൂടെ ഉണ്ട്. ഒരു കുഞ്ഞു ട്രൈപോഡ് നമ്മുടെ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇരുമ്പ് വയ്ക്കാൻ പാകത്തിൻ്റെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല കുഞ്ഞു സംഭവമാണ്, നല്ല കറക്റ്റായിട്ടത് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന്. സംഭവം വളരെ ചെറുതാട്ടോ, നല്ല ഭംഗിയുണ്ട്. ആവശ്യമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, ഇതിന്റെ ബാക്കിലുള്ള സ്റ്റിക്കർ പൊളിച്ചു കളയാണ് കേട്ടോ. അത് നമ്മുടെ ക്യാമറ പുറത്ത് വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കാണാൻ പറ്റല്ലേ, അത് കൊള്ളാലോ, എന്ത് തെളിച്ചല്ലേ. ഇത് ഓണാക്കിയിട്ടില്ല കേട്ടാ, അതിന്റെ റിഫ്ലക്ഷനാണ്, വേറെ പ്രത്യേകിച്ച് നല്ലത്. നമ്മുടെ ക്യാമറ, പുതിയ ക്യാമറ, പുതിയൊരു പൊളിക്കും. ബാറ്ററി കിട്ടിട്ട് 3-4 ദിവസമായിട്ടോ. അതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു പൊട്ടിക്കാനായിട്ട്. ഞാൻ തിരക്കാവും, പിന്നെ ഞാൻ ഫ്രീ ആകുമ്പോൾ തിയേറ്റർ തിരക്കാവും. കോപ്പർ ജസ്റ്റ് ഓൺ ആക്കിക്കണം. അപ്പൊ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് നമ്മളിതെല്ലാം സെറ്റപ്പ് ചെയ്യട്ടെ. അപ്പൊ ഇനിയുള്ള വീഡിയോസ് എല്ലാം കുറച്ച് വീഡിയോയോടെ വരാണ്ട്. അതിനുശേഷം നമ്മൾ വീഡിയോ തന്നെ പറയാം, നമ്മൾ കോപ്പർ 8 ഉപയോഗിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ പുതിയ ക്യാമറ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് പറയാം. പുള്ളി ക്യാമറ നല്ലതല്ലേ പറഞ്ഞു? അല്ല, നല്ല ക്യാമറ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും ചേട്ടൻ കമന്റ് ക്യാമറ വാങ്ങിച്ചു. അപ്പൊ പുള്ളിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ക്യാമറയുടെ കാര്യമൊക്കെ. കമന്റുകൾ പ്രതീക്ഷിക്കണം. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യുക, ചാനൽ പോട്ടെ, വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചെറിയ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിനകത്തുള്ള പുതിയ വീഡിയോ വരുമ്പോൾ. പുതിയ വീഡിയോ ഏതായിരിക്കും അല്ലേ, 1-2 നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇതിനകത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്താ എനിക്ക് ക്യാമറ പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളൂ. എടുത്തോ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോ പറയട്ടെ, എനിക്ക് വേറെ മെയിൽ ഐ ഡി ഉണ്ട്, ഞാൻ അതിൽ നിന്ന് വന്ന് കമന്റ് ഇടും, എനിക്ക് തന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ വെറുതെ എടുത്തോളൂ.